നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു രുചിയിലാണ് ഉണ്ടാക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടാണ് ആദ്യം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടായിട്ടുള്ള പാലിന് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത് ചെറു ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി പൊങ്ങാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട്. ഗ്രാന്യൂൾസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചോളൂ. ഇതിലേക്ക് ഇനി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് പാലോ വെള്ളമോ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന പാൽ അല്ലെങ്കിൽ വെള്ളം നമ്മൾ ചെറു ചൂടായിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ കൂട്ടൊന്ന് കുഴച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം നെയ്യോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കൈയെടുക്കാതെ ഒരു 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കണം. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് സോഫ്റ്റായി പോകരുത്, നമ്മൾക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽ അല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടിൻ്റെ മുകളിലേക്കും നല്ലപോലെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ റെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഡബിൾ സൈസ് ആവും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കിത് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇത്രയായാൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 200 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ പുരട്ടി വെച്ചതാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടും. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടണം. അപ്പോൾ ഇതാ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഷേസ്വാൻ സോസാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഷേസ്വാൻ ഫ്ലേവറിലാണ് ഞാൻ ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഷേസ്വാൻ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സോസുകളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ മസാലകൾ ഇട്ടിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സോസുകളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കൂട്ടി ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഡബിൾ സൈസ് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്ന് നല്ലപോലെ പഞ്ച് ചെയ്ത് ഒന്നും കൂടെ നീഡ് ചെയ്തതിന് ശേഷം നമുക്കിത് 2ആയിട്ട് ഭാഗിച്ചെടുക്കാം. ഈ ഒരു കൂട്ടിനെ 2ആയിട്ടാണ് ഞാനിവിടെ ഭാഗിച്ചെടുത്തിരിക്കുന്നത്. അതിലൊരു ഉരുളി എടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം.
പരത്തിയെടുക്കുമ്പോൾ മൈദയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ടി വരില്ല, അതുപോലെ തന്നെ എണ്ണയാക്കേണ്ടി വരില്ല. അതിൽ ആവശ്യത്തിന് എണ്ണയൊക്കെ കാണും. അത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കൂട്ടിയല്ല, എന്നാൽ ഒരുപാട് കനം കുറച്ചുമല്ല, ആ ഒരു രീതിക്കാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് 4ആയിട്ട് ഭാഗിച്ചെടുക്കാം. നമ്മളിതുപോലെ പരത്തിയെടുക്കുന്നത് കൊണ്ടാണ് കൂട്ട് ഒരുപാട് സോഫ്റ്റായി പോകരുത് എന്ന് പറഞ്ഞത്. അത് ഒരുപാട് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് ഞാൻ ഇതുപോലെ 4ആയിട്ടൊന്ന് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഇതൊന്ന് കുത്തി കൊടുക്കുക. ഇതല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഫില്ലിംഗ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയുടെ മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരികുകളിൽ മാത്രമായിട്ട് മൈദയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കൂട്ട് നല്ലപോലെ സീലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മൈദയുടെ മിക്സ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് തുറന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഫില്ലിങ് നല്ലപോലെ ഉള്ളിൽ വെച്ചതിന് ശേഷം ആ ഒരു അവസാനത്തെ ഭാഗം കൂടെ വെച്ച് നല്ലപോലെ തന്നെ സീൽ ചെയ്തെടുക്കാം. നമ്മൾ മൈദയുടെ കൂട്ടാക്കിയത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് അത് പറ്റിപ്പിടിച്ച് നിന്നോളും. ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലും ഞാൻ ചെറുതായിട്ടൊന്ന് ഫോക്കിനെ കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏത് പാത്രത്തിലാണോ വെച്ച് കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ നല്ലപോലെ മൈദ ഡസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തോളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് സാധാരണ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം മുട്ടയുടെ മിക്സിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഒരുപാട് ചൂടായി പോകരുത്, മീഡിയം ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ പെട്ടെന്ന് കളർ മാറും, ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മെല്ലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും, മെല്ലെ തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകാവുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ലൊരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫില്ലിംഗ് നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിച്ചോ മുട്ട ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, നന്നായിട്ട് സീൽ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുന്നത്. ഞാനിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.